الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي അല്ലാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും മഗ്ഫിറത്തും അനുഗ്രഹങ്ങളും നമ്മിലേവരിലും എപ്പോഴും എവിടെയും ഉണ്ടായിരിക്കട്ടെ. ഉറക്കം വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒന്നോ. നടുവേദനയുള്ള ആൾക്കാർ എണീക്കണ്ട. നടുവേദന ഇല്ലാത്ത ആൾക്കാരൊക്കെ എല്ലാവർക്കും നടുവേദന ഉണ്ടോ? എന്നാണ് ഏറ്റൊന്നോ. നമ്മളൊക്കെ കാലുകൊണ്ടാ എഴുന്നേറ്റേക്കല്ലേ? നിങ്ങൾ വായോണ്ടാ എഴുന്നേറ്റിക്കുമ്പോൾ എത്ര ഒച്ച ഉണ്ടാവുമോ? വേണമെങ്കിൽ നേരെ മുന്നിലുള്ള ആളെ തലയിൽ കൈവച്ചിട്ട് നീ നന്നായി വരടാ അല്ലെങ്കിൽ നന്നായി വരൂടി ഒന്ന് പറഞ്ഞോ. എന്താ എത്ര മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ എത്ര മടി എന്താ ഒന്ന് പറഞ്ഞോ. നീ നന്നായി വരട്ടെ, തലക്ക് അടിക്കണ്ട, അപ്പം തന്നെ നന്നായി പോവും. എന്തോ ഒരു മടിയാന്ന് നോക്കും. ഒന്ന് കൈവച്ച് പറയും മക്കളെ നന്നായി വരട്ടെ എന്ന് പറയും. നിങ്ങൾ മുന്നിലുള്ള ആൾക്കാർ ആരെയും തലയിൽ കൈവെക്കണ്ട, നിങ്ങൾ എൻ്റെ തലയിൽ കൈവെക്കേണ്ടി വരും. ആ മതി. ഇനി അവിടെ ഇരുന്നോ. ഇതെന്തിനാ അറിയോ? നമ്മളൊക്കെ കുറേ ദൂരത്തുനിന്നാണ് വരുന്നേ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. രാവിലെ 5 മണിക്ക് 4:20 വീട്ടിൽ നിന്ന് ഇറങ്ങി. 4:45 റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഒരു 2-3 മണിക്കൂർ ട്രെയിനിലൊക്കെ ഇരുന്ന് ഉറക്കവും പോയി ജമാഅത്തും പോയി ഒക്കെയാണ് വരുന്നേ. അപ്പോൾ ഞാനിവിടുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിയാൽ അത് വിഷമല്ലേ? അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വേറൊന്നുമല്ല. ഒരുപാട് നേരമൊന്നും ഇവിടെ വരുന്ന ആർക്കും സമയമില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ, 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഉണർത്താനുള്ളത് ഇന്ന്. അത് നല്ല രീതിയിൽ കേൾക്കാനും നല്ല രീതിയിൽ പറയാനും നമുക്ക് 2 കൂട്ടർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വിഷയം എന്തായിരുന്നു? നമ്മുടെ വിഷയം അറിയില്ലേ? ഇപ്പൊ വിഷയം പറഞ്ഞിട്ടില്ലേ? ഇല്ല. മരണവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ വിഷയം. ഓർത്തില്ല എല്ലാം നിലക്കുമെന്ന്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടിട്ട് 3 കാര്യങ്ങൾ ആണ് നിങ്ങളോട് ഉണർത്താനുള്ളത്. അതിലൊന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ യാത്രക്ക് ഒരുങ്ങണം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചിട്ട് ഒരു ഉപദേശം നടത്തിയിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ഉപദേശം. ഒരുപാട് പ്രാസംഗികന്മാരൊക്കെ ഇങ്ങനെ ഖുത്ബകളിലും പ്രസംഗങ്ങളിലൊക്കെ പറയുന്നൊരു ഉപദേശമാണ്.
എന്താണ് ഉപദേശം എന്നറിയോ? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. മോനെ, ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം, ഒരു സ്ട്രേഞ്ചറെ പോലെ നീ ദുനിയാവിൽ ജീവിക്കണം. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ കാര്യം. നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടക്കുക, എല്ലാവരും ഒന്ന് കണ്ണടക്കുക. എന്നിട്ട് ഞാൻ പറയുന്നതിലൂടെ നിങ്ങളുടെ മനസ്സ് സഞ്ചരിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ചിന്തിക്കണം. പറ്റോ? എല്ലാവരും കണ്ണടക്കണം. അടച്ചോ? കുറെ ആൾക്കാർ ഇപ്പോഴും കണ്ണു തുറന്നിട്ടുണ്ടല്ലോ, പാമ്പിനെ പോലെ. പാമ്പ് കണ്ണടച്ചാലും പിന്നെയും തുറന്നിട്ടുണ്ടാവുക. എല്ലാവരും കണ്ണടച്ചില്ലേ? ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ അറിയോ? നിങ്ങളുടെ മരണമാണ്. നിങ്ങളുടെ മരണം ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് ചിരിയൊക്കെ വരുന്നുണ്ടോ? വലിയ രസമുള്ള സംഗതിയൊന്നുമല്ല മരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അങ്ങേയറ്റം വേദനയുണ്ടായ, പ്രയാസമുണ്ടായ ഒരു സംഗതിയാണെന്ത്? മരണം. അതുകൊണ്ട് നിങ്ങളൊക്കെ കണ്ണടച്ചിട്ട് ഇനി ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഞാൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരണം. നിങ്ങളുടെ ആ മരിക്കുന്ന ദിവസം, അത് ഏത് വിധേന നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ ഞാൻ മരിക്കും എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിന്തിക്കുക. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വയസ്സായി കഴിഞ്ഞിട്ടല്ല, കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടല്ല, നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മയ്യത്ത് നിങ്ങളുടെ വീടിൻ്റെ സെൻട്രൽ ഹാളിൽ അങ്ങനെ വെക്കും. മനസ്സിലേക്ക് അത് വരണം. വീടിൻ്റെ സെൻട്രൽ ഹാളിൽ മയ്യത്ത് വെച്ച് നിങ്ങളുടെ ഉമ്മാനൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ വാപ്പാനൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ അനുജന്മാരെ, അനുജത്തിമാരെ, കൂട്ടുകാരെ, കുടുംബക്കാരെ, ആ വീടിൻ്റെ മുറ്റം മനസ്സിലൊന്ന് കണ്ടു നോക്കി. എത്ര ആളുകളാണ്, പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. എന്തിനാണ് അവരൊക്കെ വന്ന് നിൽക്കുന്നത്? നിങ്ങൾ അവസാനമായി ഒരു നോക്ക് കാണാനാണ്. അവിടുന്ന് നിങ്ങളുടെ മയ്യത്ത് വീടിൻ്റെ പിറകുവശത്തേക്കോ അല്ലെങ്കിൽ കുളിമുറിയിലേക്കോ എടുക്കാൻ എന്തിനു വേണ്ടിയാണെന്നറിയോ? മയ്യത്ത് കുളിപ്പിക്കാനാണ്. പ്രായപൂർത്തിയായതിനു ശേഷം, ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ നഗ്നത ആരും കണ്ടിട്ടില്ല. ഇന്ന് അപരിചിതരായ, നിങ്ങളുമായി വലിയ ചങ്ങാത്തമൊന്നുമില്ലാത്ത ഒരുപാട് ആളുകൾ നിങ്ങളുടെ നഗ്നത കാണാൻ പോവാൻ, നിങ്ങളുടെ എല്ലാം കാണാൻ പോവാൻ. അവരുടെ മുന്നിൽ അവരിങ്ങനെ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തല ചെറുതായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് വയറിലേക്ക് അങ്ങനെ തടവുന്ന സമയത്ത് ആ വയറിൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് വരാൻ, അതിൻ്റെ ദുർഗന്ധം അവരനുഭവിക്കാൻ, അതവർ കാണാൻ, അതവർ കഴുകിക്കളയാൻ. ആത്മാഭിമാനമെന്ന് നമ്മളെ മനസ്സിലാക്കിയ സകലതും തകർന്ന് അവിടെ തരിപ്പണമാവാൻ, അവിടെ ഇല്ലാതാവാൻ. അവിടുന്ന് തിരിച്ച് നിങ്ങളുടെ വീടിൻ്റെ സെൻട്രൽ ഹാളിലേക്ക് തന്നെ നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ 3 തുണിയിൽ ഏറ്റവും വില കുറഞ്ഞ, നിങ്ങൾ ഇപ്പിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ വില നിങ്ങളൊന്ന് മനസ്സിൽ ഓർത്തു നോക്ക്. 1000 റുപ്യ, 2000 റുപ്യ, 3000 രൂപ. നിങ്ങളുടെ ഷൂസ്, നിങ്ങളൊന്ന് അതിന്റെ വില മനസ്സിൽ കണക്കൂട്ടി നോക്ക്. പക്ഷേ അന്ന് നിങ്ങളെ ഉടുപ്പിക്കാൻ പോകുന്ന ആ 3 കണ്ടം തുണിയുണ്ടല്ലോ, 1 മീറ്ററിന് 54, 64, 70 മാത്രം ഉറുപ്പിയ വിലയുള്ള അങ്ങാടിയിൽ കിട്ടുന്ന ഏറ്റവും തരംതാണ തുണിയുമായിട്ടാണ് അന്ന് നിങ്ങൾ കഫൻ ചെയ്യുക. ആ മൂടൽ കഴിഞ്ഞാൽ അവസാനമായി വീട്ടിൽ നിന്നൊരു യാത്രയുണ്ട്. എല്ലാം വിട്ടെറിഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ നിങ്ങളുടെ ഉമ്മയും നിങ്ങളുടെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും കുടുംബക്കാരും നിങ്ങൾ അവിടെ നിന്ന് യാത്രയാക്കുന്ന ആ ദിവസം, ഇനി ഒരിക്കലും വീട്ടിലേക്ക് തിരിച്ചു വരാത്ത ദിവസം. സാധാരണ കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മ ഞാൻ വൈകുന്നേരം വരാമെന്ന് മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് പറയാൻ കഴിയില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല നാം. അങ്ങനെ നാം പള്ളിക്കാട്ടിലേക്ക് പോവാൻ. ആ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോൾ പള്ളിയിലേക്ക് അതിന്റെ മുമ്പ് വെച്ചിട്ട് പള്ളിയുടെ 1-ാമത്തെ സഫിൽ നിങ്ങളെ മയ്യത്ത് വെക്കുമ്പോൾ ആൺമക്കളോട്, മക്കളെ ഒരു വട്ടം നിങ്ങളൊന്ന് ഓർക്കണം, ആ 1-ാമത്തെ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? ആ 1-ാമത്തെ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? അവിടെ നിങ്ങൾ ഉണ്ടാവാറുണ്ടോ? സുബ്ഹ് നമസ്കാരത്തിന്, ളുഹറിന്, അസറിന്, മഗ്രിബിന്, ഇശാ നമസ്കാരത്തിന് അവിടെ ആ 1-ാമത്തെ സഫിൽ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ നിങ്ങൾ ഉയർന്ന കൈകളുമായി ഇരിക്കാറുണ്ടോ? ആ സഫ് നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ട് എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. പരിചയമില്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് വലിയ ദൗർഭാഗ്യമാണ്
ഇന്ന് അത് തിരുത്തേണ്ടതിന്റെ അവസാനത്തെ ദിവസമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു. ആരാ മയ്യിത്ത് നിസ്കാരത്തിന് ഇമാമ് നിൽക്കുന്നത്? നമ്മുടെ വാപ്പ, അല്ലെങ്കിൽ നമ്മുടെ ഇക്കാക്ക, അല്ലെങ്കിൽ പള്ളിയുടെ ഇമാമ്. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞു നമ്മുടെ മയ്യത്തുമായി ഖബർസ്ഥാനിലേക്ക് പോയി 6 അടി മണ്ണിൽ ഒരു കുഴി കുഴിച്ച്, ആ കുഴിക്കുള്ളിൽ വേറൊരു ചെറിയ കുഴി കുഴിച്ച് അവിടെ നമ്മളെ കിടത്തി. നമ്മുടെ കിടക്കയൊന്ന് ഓർത്തു നോക്കുക. മാർദ്ദവമേറിയ പട്ടുമെത്ത, നല്ല തലയിണ, നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ളതുപോലെ കിടക്കാം. മൊബൈല് കേട്ട്, പാട്ട് കേട്ട്, സിനിമ കണ്ട് പല രാത്രികളിലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ വീട് മണ്ണിൻ്റെതാണ്, പരുപരുക്കനാണ്, മാർദ്ദവമില്ലാത്തതാണ്, തലയിണയില്ലാത്തതാണ്, ഫാനില്ലാത്തതാണ്, AC ഇല്ലാത്തതാണ്, കൂട്ടിന് മൊബൈൽ ഇല്ലാത്തതാണ്. അവിടെ ആ ചെറിയ കുഴിയിലേക്ക് നമ്മെ ഇറക്കി വെച്ച് അതിന്റെ മുന്നിൽ കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരും അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ട് അവിടുന്ന് തിരിച്ചു പോവാൻ. അവരുടെ തിരിച്ചുപോക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് കാണണം. അവര് തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടേതായ പലതും അവശേഷിക്കുന്നുണ്ടാവും. നിങ്ങൾ ഉപയോഗിച്ച കമ്പ്യൂട്ടർ ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച ലാപ്ടോപ്പ് ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ഉണ്ടാവും, നിങ്ങൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ സ്കൂൾ ബാഗുകൾ ഉണ്ടാവും. അവയോരോന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആ മൊബൈൽ ഫോൺ എടുത്തൊന്ന് പരതി നോക്കിയാൽ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിലെന്താണ് കാണാൻ പറ്റുന്നത്? ചാറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആളുകളുമായി ചാറ്റ് ചെയ്തതായി ആ മൊബൈലിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വിളിക്കാത്തവരെ വിളിച്ചതായി ആ ഫോണിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാത്തത് കണ്ടതായി ലാപ്ടോപ്പുകളിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ഉപയോഗിച്ച സകലതും ഒന്ന് പരതി നോക്കുക. അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബെഡ്, നിങ്ങളുടെ സ്റ്റഡി ടേബിൾ, നിങ്ങൾ ഉപയോഗിച്ച സകലമാന വസ്തുക്കളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവയെല്ലാം ഇന്ന് അനാഥമാണ്. ഇനി ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരാത്ത രീതിയിൽ അവയെല്ലാം അനാഥമാക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോയിരിക്കുകയാണ്. ആ മടക്കയാത്രക്കാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഇനി കണ്ണു തുറന്നു. കുറെ ആൾ ഉറങ്ങിയും തോണ്ടല്ലേ? ആ രംഗം മനസ്സിലൊന്ന് ഓർത്ത് നോക്ക്. ഇത് നമ്മൾ ഇന്ന് മാത്രം ചെയ്യേണ്ടതല്ല. ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് മാത്രം എന്നും രാത്രി ഉറങ്ങുന്നതിന്റെ ഒരു 5-10 മിനിറ്റ് മുമ്പ് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. അത് കുറേ വയസ്സായിട്ട് കെട്ടിയോളും കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള മരണമല്ല. ഈ പ്രായത്തിൽ, എൻ്റെ ഈ വയസ്സിൽ മരിക്കുന്നതായി ഞാൻ ഓർക്കണം. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, എല്ലാ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണമാകുന്ന സത്യത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണേ. 2 പാതയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റിനറീസ്. അതങ്ങനെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ യാത്ര പോകുമ്പോൾ, ടൂറൊക്കെ പോകുമ്പോൾ ഡ്രസ്സൊക്കെ എടുക്കൂലേ? ഡ്രസ്സ് എടുക്കും, അത്യാവശ്യമുള്ള സാധനങ്ങൾ എടുക്കും, ബ്രഷും പേസ്റ്റും സോപ്പൊക്കെ എടുക്കും. പല്ലേക്കാത്ത ആൾക്കാരാണെങ്കിലും ടൂറിന് പോകുമ്പോൾ എടുക്കും. കാരണം കൂട്ടുകാർ കളിയാക്കുമല്ലോ. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് പിറക്കി കെട്ടിയിട്ടാണ് പോവുക ടൂറിന് പോകുമ്പോൾ. അതേപോലെ നമ്മൾ തിരിച്ചു വരാത്ത യാത്രക്ക് പോകുമ്പോൾ അതിനു വേണ്ടിയുള്ള പാതയങ്ങൾ ഒരുക്കണം. എന്താണ് ആ പാതയം? ബ്രഷും പേസ്റ്റും ഒന്നുമല്ല, ഡ്രസ്സൊന്നുമല്ല, നമ്മുടെ കർമ്മങ്ങളാണ്. ആ ഖബറിലേക്ക് നമ്മൾ വെച്ചിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചങ്ക് ബ്രോ അവിടെ നിൽക്കുവോ? നമ്മളെ ഖബറടക്കി. അന്ന് രാത്രി നല്ല മഴയാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആദ്യമായി ഒരു പെണ്ണിനെ കണ്ടിട്ട് പ്രേമം തോന്നിയ പോൻ്റെ അടുത്താണ് പോയി പറഞ്ഞത്. ലവ് ലെറ്ററൊക്കെ എഴുതുമ്പോൾ അവനാണ് വാട്സപ്പിൽ അതിൻ്റെ ഓരോ ടിപ്സൊക്കെ എനിക്ക് അയച്ചു തന്നത്. അവൻ ആ രാത്രി നിങ്ങളുടെ ഖബറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമോ? ആ ഖബറിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ആദ്യം മണ്ണിലേക്ക് ആ വെള്ളം ഇങ്ങനെ കിനിഞ്ഞിറങ്ങും. ആ കല്ലിൻ്റെ പുറത്ത് വെള്ളം ഇങ്ങനെ തളം കെട്ടി നിന്നിട്ട് ആ കല്ലിൻ്റെ ഇടയിലൂടെ വിടവിലൂടെ ആ വെള്ളം മൂർന്ന് ഖബറിലേക്ക് ഇറങ്ങും. നിങ്ങൾ കിടക്കുന്ന ഖബർ മുഴുവൻ വെള്ളം കൊണ്ട് നിറയും. അതിനകത്ത് നിങ്ങളുടെ ശരീരം പൊങ്ങിക്കിടക്കും. മരിച്ചാൽ വെള്ളത്തിൽ താണു കിടക്കൂലല്ലോ, പൊങ്ങിക്കിടക്കും. ആ വെള്ളത്തിനിടയിലൂടെ പുഴുക്കളും പാമ്പുകളും എല്ലാ ജീവികളും ഇരച്ചു വന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ മാംസളമായ ഭാഗത്തിലൂടെ ഇരച്ചിരച്ച് കയറും. അന്നൊന്ന് തുടച്ചു തരാൻ പോലും ആരുണ്ടാവില്ല. ഇന്ന് നമ്മളൊന്ന് കരഞ്ഞാൽ എന്തിനാ കരയുന്നത്? നിനക്കെന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ടല്ലോ, ഇന്ന് നീ സാധാരണ ഉള്ളതുപോലെയല്ലോ എന്നൊക്കെ ചോദിക്കാൻ എത്ര ആളുകളാണ്. പക്ഷെ അന്നാരും ഉണ്ടാവില്ല. അന്ന് നമ്മൾ ഒറ്റക്കാണ്. ആ ദിവസത്തെക്കുറിച്ച് മക്കളെ നമ്മൾ എപ്പോഴും ഓർക്കണം.
നമ്മുടെ ചിന്ത ഒരിക്കലും അതിൽ നിന്ന് വിട്ടുപോകരുത്. 2 രീതിയിലുള്ള പാതയങ്ങൾ നമുക്ക് ഒരുക്കി വെക്കാൻ കഴിയും. 2 അനുഭവങ്ങൾ, നടന്ന 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ. നിങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കണം. ഒരു സംഭവം നടക്കുന്നത് ഗൾഫ് രാജ്യത്താണ്. അവിടെ നിങ്ങളെപ്പോലെ നല്ല രീതിയിൽ പഠിച്ച് പഠനമൊക്കെ കഴിഞ്ഞ് ജോലി നേടിയ ഒരു യുവാവ്, അദ്ദേഹത്തിനൊരു ദുശ്ശീലുണ്ടായിരുന്നു. ഫോണിലും ലാപ്ടോപ്പിലും അനാവശ്യമായ വീഡിയോകൾ കാണാം, വൃത്തികെട്ട അശ്ലീല വീഡിയോകൾ കാണാം. അദ്ദേഹം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻബോക്സിലേക്ക് ഒരു ഓഫർ വരികയാണ്. എന്താണ് ഓഫർ എന്നറിയോ? 500 റിയാൽ അടച്ചു കഴിഞ്ഞാൽ, 500 റിയാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7,000 ഉറുപ്പ്യ വരും. റിയാൽ അടച്ചു കഴിഞ്ഞാൽ ഒരു 8 മാസത്തേക്ക് 9 മാസത്തേക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ അശ്ലീല വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങളൊന്നും നോക്കേണ്ട, ദിവസവും അത് മാത്രം കണ്ടാൽ മതി, വേറെ നിങ്ങൾ തപ്പിപ്പോകുന്നും വേണ്ട എന്നൊരു ഓഫർ ഇയാളുടെ ഇൻബോക്സിലേക്ക് വരികയാണ്. സാധാരണഗതിയിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കൗമാരക്കാർക്കൊരു സ്വഭാവമുണ്ട്. ഇറങ്ങിയ ഉടനെയുള്ള ഒരു സിനിമ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് കാണുകയും ചെയ്യും, കൂട്ടുകാരനോട് വിളിച്ചു പറയുകയും ചെയ്യും, എടാ എനിക്ക് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണോ? അല്ലേ? ശരിയല്ലേ? അങ്ങനെ അവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കും. എത്ര ആളുകൾക്കാണ്? നമ്മളൊരു സിനിമ നമ്മൾ കണ്ടു, ഹറാം, തെറ്റ്, അത് നമ്മളും പടച്ചവനും തമ്മിലുള്ള കാര്യമാണ്. പക്ഷേ അതേ സിനിമ നമ്മുടെ കൂട്ടുകാരന് അയച്ചു കൊടുത്തു. പിറ്റേന്ന് നമ്മൾ മരിച്ച് ഖബറിൽ കിടക്കുമ്പോഴും നമ്മൾ അയച്ചു കൊടുത്ത ആ സിനിമ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിങ്ങനെ ഓരോ ഫോണുകളിൽ നിന്ന് ഫോണുകളിലേക്കും, സിസ്റ്റങ്ങളിൽ നിന്ന് സിസ്റ്റങ്ങളിലേക്കും, ലാപ്ടോപ്പുകളിൽ നിന്ന് ലാപ്ടോപ്പുകളിലേക്കും അങ്ങനെ മാറി മാറി പ്രചരിക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് നമ്മുടെ ഖബറിലേക്ക് അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോ 2.5 മണിക്കൂറും ഓരോ ആളുകളും സിനിമ കാണുന്ന സമയത്ത് അതിലുള്ള ഹറാമുകളിലേക്ക് അവരുടെ കണ്ണുകൾ പോകുമ്പോൾ ഓരോ നിമിഷത്തിലെയും അദാബുകളും ശിക്ഷകളും നമ്മുടെ ഖബറിലേക്ക് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഈ യുവാവിനും അങ്ങനെ ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു. ഇവനക്ക് 5-8 മാസത്തേക്ക് ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ ഇവൻ 500 റിയാൽ അടച്ചു, അത് സബ്സ്ക്രൈബ് ചെയ്തു. എല്ലാ ദിവസവും കിട്ടട്ടെ, പിന്നെ തപ്പുണ്ടല്ലോ നെറ്റിൽ കയറിയിട്ട്. അങ്ങനെ അവൻ വേറൊരു കാര്യം കൂടി ചെയ്തു. ഇത് തൻ്റെ ഐഡിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ തൻ്റെ ഏകദേശം 10-25ഓളം വരുന്ന തൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ ഐഡികളിലേക്ക് ഇവനെ പോലെ ഇത് കാണുന്ന അടുത്ത സുഹൃത്തുക്കളുടെ ഐഡികളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഫോർവേഡ് ചെയ്യുന്ന സിസ്റ്റം അവനാക്കി വെച്ചു. അവനൊന്നും ചെയ്യേണ്ട, ഇവന്റെ അക്കൗണ്ടിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ അവന്റെ 10-25ഓളം വരുന്ന അവന്റെ അടുത്ത സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്കെല്ലാം ഇതങ്ങനെ പോവും. മക്കളെ, ഒരാഴ്ച കൊണ്ട് അവൻ മരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ അവൻ മരിച്ചു. ഒരു ആക്സിഡന്റിൽ മരിച്ചു കഴിഞ്ഞു. അവന്റെ ഈ പറഞ്ഞ 10-25ഓളം കൂട്ടുകാര് അവര് മയ്യത്ത് സ്കരിക്കാൻ വന്നു. അവന്റെ മയ്യത്ത് പരിപാലിച്ചു, ഖബറടക്കി, എല്ലാം കഴിഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചുപോയി. അവന്റെ ആ വേർപാടിന്റെ ദുഃഖത്തിൽ അവൻ അങ്ങനെ ഇരിക്കാൻ. പിറ്റേന്ന് രാവിലെ 9 മണി 10 മണിയാകുമ്പോൾ കൃത്യമായി അവന്റെ അക്കൗണ്ടിൽ നിന്ന് ആ വൃത്തികെട്ട വീഡിയോ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു. ഞെട്ടിപ്പോയി അവര് ചിന്തിച്ചു, പടച്ചോനെ, ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്ന, ഞങ്ങൾക്ക് ഇതിലേക്കുള്ള വാതിൽ തുറന്നു തന്നവൻ ഇന്ന് ഖബറിന്റെ അടിയിലാണ്. ഞങ്ങൾ ഈ വീഡിയോ തുറന്നാൽ, ഇതിലുള്ള രംഗങ്ങൾ ഞങ്ങൾ കണ്ടാൽ അവന്റെ ഖബറിൽ തീമഴയായിരിക്കും. അതുകൊണ്ട് പാടില്ല, ഞങ്ങളിത് കാണില്ല. അവരത് ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ നോക്കി, പക്ഷേ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല. അത് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയുന്ന ആരെങ്കിലും ഉണ്ടാവണം. അതാർക്കും അറിയില്ല താനും. കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ട് അവനത് ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവസാനം ഈ വീഡിയോ അയക്കുന്ന ആളുകൾ, ആ കമ്പനി പറഞ്ഞു, 8 മാസം നിങ്ങളിത് സഹിച്ചേ പറ്റുള്ളൂ, 8 മാസം കഴിഞ്ഞാൽ ഇത് താനെ നിന്നുകൊള്ളുമെന്ന് പറഞ്ഞു. മക്കളെ, ഒന്നാമത്തെ ദിവസം അവർ കണ്ടില്ല എന്ന് വെച്ചു. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ യുവാവിന്റെ വേർപാടിന്റെ ദുഃഖമൊക്കെ അവർ മറക്കും. അവന്റെ മരണം അവർ മറക്കും. അവന്റെ ചങ്ങാത്തം അവർ മറക്കും. പരലോകം അവർ മറക്കും. സ്വർഗവും നരകവും അവർ മറക്കും. അവന്റെ ഖബറിലേക്ക് പെയ്യാനിരിക്കുന്ന തീമഴയെ കുറിച്ച് അവർ മറക്കും. അറിയാതെ യുവത്വത്തിന്റെ ചാബല്യത്തിൽ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ദിനേന വന്നുകൊണ്ടിരിക്കുന്ന ആ വീഡിയോകൾ അവർ തുറക്കും, കാണും. അവരുടെ മനസ്സിൽ നിന്ന് മറഞ്ഞിട്ടുണ്ടെങ്കിലും ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ കണക്കിൽ ഈ യുവാക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ സെൻഡ് ചെയ്തു കൊടുത്ത മരിച്ചു കിടക്കുന്ന ഖബറിന്റെ അടിയിൽ കിടക്കുന്ന ഈ യുവാവിന്റെ ചെയ്തി പടച്ച റബ്ബിന്റെ അക്കൗണ്ടിൽ അപ്പോഴും ഉണ്ടാകും. അവന്റെ ഖബറിൽ തീമഴ തുടങ്ങും, അദാബ് തുടങ്ങും, ശിക്ഷ തുടങ്ങും. ഈ കാലാവധി, സബ്സ്ക്രിപ്ഷന്റെ കാലാവധി കഴിയുന്നത് വരെ
ഈ യുവാവ് ചെയ്യാത്ത തെറ്റിന്, അനുഭവിക്കാത്ത സുഖത്തിന്, അനുഭവിക്കാത്ത രസത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും.